മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദം മാധ്യമ പ്രവർത്തകരും മറ്റേതോ സൈബർ വിഭാഗത്തിൽ നിന്നും ഉണ്ടായതാണ് എന്നുള്ളതാണ്. ഇതൊരു വിവാദമാകുന്നത് എങ്ങനെയാണ്? റഫീഖും മമ്മൂട്ടിയും തമ്മിലുള്ള സംഭാഷണം പുറത്തു വരികയും അതിനുശേഷം CPM-ന്റെ സൈബർ ഹാൻഡിലുകൾ അന്ന് രാവിലെ വരെ പുതിയതായി ഉദ്ഘാടനം ചെയ്ത പാലത്തിൻ്റെ പെരുമ്പളം പാലവുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടിയുടെ വോയിസ് ഓവറുള്ള പരസ്യം എല്ലാം കൈകാര്യം ചെയ്ത ഷെയർ ചെയ്ത CPM-ന്റെ സൈബർ ഹാൻഡിലുകൾ വൈകുന്നേരത്തോടു കൂടി മമ്മൂട്ടിക്കെതിരെ അതിഭീകരമായ രീതിയിൽ സൈബർ ആക്രമണം നടത്തുമ്പോഴാണ് കേരളത്തിൽ ഇതൊരു വലിയ ചർച്ചയാകുന്നതും ഇതൊരു വലിയ രീതിയിലേക്കുള്ള മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നതും ഒക്കെ ഉണ്ടാകുന്നത്. അതൊന്നും മറ്റാരും ചെയ്തതല്ല. CPM-ന്റെ സൈബർ ഇടത്തിലുണ്ടായ മമ്മൂട്ടിക്കെതിരെയുള്ള സൈബർ ആക്രമണമാണ് ഇതൊരു വലിയ വിവാദത്തിലേക്ക് പോയത്. ഇനി താങ്കൾ നേരത്തെ ചോദിച്ചതുപോലെ ഒരു ദുരന്തമുണ്ടായപ്പോൾ വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി രണ്ട് കാലിൽ നിൽക്കാൻ കഴിയുന്ന കിടപ്പിലല്ലാത്ത സകലമാന മനുഷ്യരും ആ ദുരന്തത്തിൽ അവരാൽ കഴിയുന്ന രീതിയിൽ സഹായം ചെയ്ത ആളുകളാണ്. അതിൽ പൊതുപ്രവർത്തകർ എന്നുള്ള രീതിയിൽ എല്ലാവരും ആ കാര്യത്തിൽ വളരെ ആത്മാർത്ഥമായി മുന്നിൽ നിന്ന ആളുകളുമാണ്. അതിലൊരു വ്യക്തിപരമായി ഓരോ വ്യക്തികളുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല. കാരണം പേരെടുത്ത് പറയത്തക്ക ആളുകളെക്കാൾ കൂടുതൽ ഒരു പേരും അറിയാത്ത ആളുകളും ഈ ദുരന്തബാധിതരെയും അല്ലെങ്കിൽ ദുരന്തത്തെയും അതിജീവിക്കാൻ ഈ ജില്ലയിൽ നിന്നവരാണ്. ഇനി മമ്മൂട്ടി ടൗൺഷിപ്പുമായി സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം, മമ്മൂട്ടിയുടെ സന്ദർശനം എങ്ങനെയാണ്? മമ്മൂട്ടി ടൗൺഷിപ്പിലേക്ക് വരുന്നത് വളരെ സ്വകാര്യമായൊരു സന്ദർശനത്തിന് വേണ്ടിയിട്ടാണ്. അദ്ദേഹം വരുമ്പോൾ CPM-ന്റെ ദേശീയ സെക്രട്ടറി ശ്രീ MA ബേബിയും CPM നേതൃത്വവും ടൗൺഷിപ്പിലുണ്ട്. മുഴുവൻ മാധ്യമ പ്രവർത്തകരും അവിടെയുണ്ട്. അദ്ദേഹം ഈ ടൗൺഷിപ്പിലേക്ക് വരാതെ വണ്ടി മാറ്റിയിട്ട് അവരെല്ലാവരും പോയി കഴിഞ്ഞ് മാധ്യമപ്രവർത്തകരിൽ ഭൂരിപക്ഷം പേരും പോയതിന് ശേഷം അദ്ദേഹം സ്വകാര്യമായി സന്ദർശിക്കാൻ അവിടെ എത്തുന്നു. CPM-ന്റെ ജില്ലാ സെക്രട്ടറി ശ്രീ K റഫീഖ് അവിടെ ഉണ്ടാവുന്നു. അദ്ദേഹം മമ്മൂട്ടിയെ കാണുന്നു, പരിചയപ്പെടുന്നു, തർക്കമില്ല. അതിനുശേഷം മമ്മൂട്ടിക്കൊപ്പം നടക്കുന്നു, മമ്മൂട്ടിക്കൊപ്പം നിൽക്കുന്നു, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. മമ്മൂട്ടി അദ്ദേഹത്തോട് പറഞ്ഞത് എന്താണ്? താങ്കൾ എൻ്റെ അടുത്ത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വന്നതുപോലെയാകും എന്നുള്ളതാണ്. അതിനർത്ഥം എന്താണ്? റഫീഖിന് വേണ്ടി എന്തായാലും മമ്മൂട്ടി വന്നു എന്നല്ലല്ലോ അർത്ഥം. CPM-ന്റെ ഒരു പൊളിറ്റിക്കൽ നരേറ്റീവിന് വേണ്ടി മമ്മൂട്ടി വന്നതുപോലെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് താങ്കൾ മാറി നിൽക്കൂ എന്നുള്ളതാണ്. ആ പറഞ്ഞ രീതി റഫീഖിനത് പ്രയാസമായിട്ടുണ്ടാകും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ റഫീഖിനോട് മമ്മൂട്ടി പറഞ്ഞത് പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞതുപോലെ രൂക്ഷമായിട്ടല്ല, അല്ലെങ്കിൽ ചടങ്ങിലേക്ക് വിളിക്കാൻ 2 മിനിറ്റ് വൈകിയ അവതാരകയെ കളിയാക്കി പോയി സംസാരിക്കുന്നത് പോലെയുമല്ല. അദ്ദേഹത്തോട് ചെവിയിൽ ചേർന്ന് നിന്ന് താങ്കൾ മാറി നിൽക്കൂ, അല്ലെങ്കിൽ ഇങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടും. അതിനുശേഷവും റഫീഖ് അവിടെയുണ്ട്. മമ്മൂട്ടി വാഹനത്തിൽ കയറി പോകുന്നത് വരെ അവിടെയുണ്ട്. പിന്നെ മമ്മൂട്ടി അദ്ദേഹത്തെ അപമാനിച്ചു എന്ന് പറയുന്നത് അദ്ദേഹം ഒരിക്കലും ചാനൽ മൈക്കുകളുടെ മുമ്പിലോ ചാനൽ ക്യാമറയുടെ മുമ്പിലോ അല്ല പറഞ്ഞത്. അത് അവിടെ കൂടി നിന്ന് ആരുടെയോ മൊബൈലിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരു വീഡിയോ ആണ്. ഇനി അങ്ങനെ ഒരു അപമാനിക്കൽ ഉണ്ടായി, അത് റഫീഖിന് പ്രയാസമായി. 2 രീതിയിലാണല്ലോ. മമ്മൂട്ടിക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവണമല്ലോ. റഫീഖിനെ അപമാനിച്ചതുകൊണ്ട് മമ്മൂട്ടിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടെന്ന് എനിക്കോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആർക്കും മനസ്സിലാവുന്നില്ല. പിന്നെ ഒരു പൊതുപ്രവർത്തകൻ ഒരു പൊതുമധ്യത്തിൽ എന്നല്ല, ഒരു സാധാരണ മനുഷ്യനും ഒരു പൊതുമധ്യത്തിൽ അപമാനിക്കപ്പെടുക എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ നമുക്ക് താല്പര്യപ്പെടില്ല, നമുക്ക് സങ്കടം തോന്നും. അത് എന്തുകൊണ്ടാണ്? അപമാനിക്കുന്ന ആൾക്ക് ഒരു പർപ്പസ് ഉണ്ടാവുകയും അപമാനിക്കപ്പെടുന്ന ആൾ നിസ്സഹായനാവുകയും ചെയ്യുമ്പോഴാണ് ആ പർപ്പസ് ഉണ്ടാവുക. ഇതിലെനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം മമ്മൂട്ടിക്ക് റഫീഖുമായി രാഷ്ട്രീയപരമായ വ്യത്യാസമില്ല, വ്യക്തിപരമായ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അതല്ല, ഈ ഒരു കൺസേൺ അദ്ദേഹം പറഞ്ഞു എന്ന് റഫീഖ് തന്നെ ഇന്ന് വൈകുന്നേരം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുകയുണ്ട്. ആ കൺസേൺ മമ്മൂട്ടി പങ്കുവച്ചതാണ്. മമ്മൂട്ടി ഫോൺ കോൾ വിളിച്ച് അപമാനിക്കാൻ ഉദ്ദേശിച്ചില്ല എന്ന് പറയുന്നത് വരെ റഫീഖിന് കാത്തിരിക്കേണ്ടി വന്നു അങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ. അതുവരെ അദ്ദേഹം ഇൻസൾട്ടഡ് ആയിരുന്നു, ആ വിഷമത്തിൽ തന്നെ ഇരിക്കുകയായിരുന്നു എന്ന് വേണ്ട മനസ്സിലാക്കാൻ. അതാണ് ഞാൻ അതിലേക്കാണ് വരുന്നത്. റഫീഖിനൊന്ന് സ്വബുദ്ധിയിൽ ഒരു ആലോചന നടത്തിക്കൂടെ? മമ്മൂട്ടി എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞത് വ്യക്തിപരമായുള്ളൊരു വിഷയത്തിന്റെ പുറത്തല്ല, പൊളിറ്റിക്കലി ഉള്ള വിഷയത്തിന്റെ പുറത്തല്ല. അദ്ദേഹത്തിന്റെ സ്വകാര്യ സന്ദർശനത്തിന്റെ സ്പേസിൽ ഞാൻ അവിടെ നിൽക്കുന്നത് അദ്ദേഹത്തിന് ചിലപ്പോൾ ആ സന്ദർശനത്തിന്റെ ഒരു മെറിറ്റിനെ ചിലപ്പോൾ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളത് കൊണ്ടാണ് എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞത് എന്ന് റഫീഖ് ചിന്തിച്ച് ഇന്നലെ വൈകുന്നേരം തന്നെ മമ്മൂട്ടി വിളിക്കാൻ കാത്തു നിൽക്കാതെ മമ്മൂട്ടിക്ക് മുന്നേ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഇതൊരു അപമാനിക്കലല്ല, അദ്ദേഹത്തിന്റെ സ്വകാര്യ സന്ദർശനത്തിന്റെ ഭാഗമായി ഞാൻ അവിടെ നിൽക്കുന്നത് ഒരു പൊളിറ്റിക്കൽ നരേറ്റീവ് വരും, അതുകൊണ്ട് എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞു റഫീഖ് ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ ഈ വിവാദമേ ഉണ്ടാകും. പിഷാരടി എന്നും ഒപ്പം കൂടെ നടത്തുന്ന ആളാണ് നടൻ മമ്മൂട്ടി. അന്നൊന്നും തോന്നാത്ത ഒരു പ്രശ്നമാണോ ഇന്നിപ്പോൾ റഫീഖിനെ തൊട്ടപ്പുറത്ത് കണ്ടപ്പോൾ തോന്നിയത് അദ്ദേഹത്തിന്? അല്ല, പാലക്കാട് പിഷാരടി സ്ഥാനാർത്ഥിയാവോ ഇല്ലേ എന്നുള്ളത് ഈ ചർച്ചയിൽ എനിക്ക് പറയാൻ കഴിയില്ല. ഇനി മമ്മൂട്ടി കൂടെ നിൽക്കുന്നതും മമ്മൂട്ടിയുടെ കൂടെ സഞ്ചരിക്കുന്നതും അല്ലല്ലോ തർക്കം.
മമ്മൂട്ടി വരുന്നത് എവിടത്തേക്കാണ്? ടൗൺഷിപ്പിലേക്കാണ്. അത് അദ്ദേഹത്തിന് സ്വകാര്യ സന്ദർശനമാണ്. കൂടെ CPM ജില്ലാ സെക്രട്ടറി നിൽക്കുന്നു. അദ്ദേഹത്തിന് അതിൽ എതിർപ്പില്ലല്ലോ. എതിർപ്പുണ്ടെങ്കിൽ ആദ്യം അദ്ദേഹം പറയില്ലേ. പക്ഷെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കൂടുതൽ നിൽക്കുമ്പോൾ അതൊരു പൊളിറ്റിക്കൽ മെസ്സേജ് വരും. CPM വേണ്ടി മമ്മൂട്ടി ടൗൺഷിപ്പ് സന്ദർശിച്ചതുപോലെ ആകും എന്നുള്ള മമ്മൂട്ടിയുടെ ധാരണ, അതേ ആ മനുഷ്യന്റെ ധാരണ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ധാരണയെ നമുക്കാണോ തിരുത്താൻ പറ്റുക? അപ്പൊ അദ്ദേഹം പറഞ്ഞു താങ്കളൊന്ന് മാറി നിൽക്കൂ.